സാറേ. ഓ, വന്ന് വന്ന് കണ്ട ബംഗാളികളുടെ ഒരു കേസ് കണ്ടായി. എടാ സുജിത്തെ, ഒന്ന് പോയി നോക്കടോ. സാറേ, എന്റെ മോള് കാണാനില്ല സാറേ. ഗതികേട് കണ്ട. എന്താടാ കളിച്ച് കളിച്ച് പോലീസ് സ്റ്റേഷൻ വരെ ആയല്ലോ നിന്റെ കളി. ഓ പൊട്ടച്ചക്കൻ, ഇവനോട് ചോദിച്ചാ അറിയാം കൊച്ചെവിടെയാന്ന്. പറടാ പറടാ. പൊന്നു സാറേ, അവന് പെങ്ങളെന്ന് പറഞ്ഞ ജീവനാ. പൊന്നു സാറേ, ഞങ്ങളുടെ പൊന്നു ഞങ്ങളോട് പറയാണ്ട് എവിടെയും പോവില്ല. ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം സാറേ. ഞങ്ങളുടെ മോള് പൊന്നാ സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക സാറേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ ഇന്ന് യക്ഷികൾക്ക് പോലും പേടിയാണ്. പിച്ച് ചീന്തപ്പെടുന്ന പെൺമനുഷ്യകൾക്ക് വേണ്ടിയല്ല, അതേസമയം ഒരു മെഴുകുതിരി കത്തിയെരിയുന്നത് വരെ സഹതാപം നടിച്ച് എനിക്കിതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സമർപ്പണം. പൊന്നു, അച്ഛന്റെ കാന്താരി വന്നേ. അച്ഛാ, എനിക്ക് ഒരു കൊലമിട്ട മേടിച്ചു തരുമോ? അച്ഛന്റെ പൊന്നൂന് അച്ഛൻ കോലുമിഠായും എല്ലാം മേടിച്ചു തരാം. ആലുവ ടൗൺ പോയി വരട്ടെ കേട്ടോ. ആ പൊന്നു, നീ ഇവിടെ നിൽക്കുക. ദേ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണം, പഠിക്കണം, അനുജനെടുത്ത് കൊടുക്കുകയും വേണം. ഏട്ടാ, നമുക്ക് പോവാം. ചേട്ടാ, അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ആരാ? അറിയായിരുന്നു. എന്നാലും അങ്കിള് മോക്കെന്താ കൊണ്ടുവന്നേന്ന് അറിയണോ? ഹായ്, ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. എന്തായി കാണിക്കണേ? എനിക്ക് പേടിയാ. എന്തിനാ മോള് പേടിക്കണേ? അങ്കിളല്ലേ, അതിന് മോള് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ വിട്, എനിക്ക് പേടിയാ. എന്നെ വിട്. മിണ്ടാതെ. നിനക്ക് പേടിയോ? ഞാൻ പറഞ്ഞില്ലേ ഞാനല്ലേ. നീ എന്താ പേടിക്കണേ? എന്നെ ഉപദ്രവിക്കല്ലേ, മോക്ക് പേടിയാ. പോലീസ് പൊട്ടോളം. കുപ്പ കുപ്പ. എന്റെ കർത്താവേ, ഈ പാട്ട പറക്കിയാണല്ലോ എന്റെ ജീവിതം. എന്നും ഈ മാലിന്യ കൂമ്പാരത്തില്. എന്താ ഇവിടെ? അയ്യോ, മനുഷ്യ സംസ്കാരത്തെ നടുക്കിയിരിക്കുന്ന ഒരു സുപ്രധാന കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായി ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അല്ലേ എന്നാ പറയാനാ, ഈ ബംഗാളികളൊക്കെ ഇവിടെ വന്നാ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കോ? ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. ഞാനും എൻ്റെ ഫോഴ്സും പരമാവധി നോക്കിയതിന് ശേഷം പ്രതിയെ പിടികൂടി ബാക്കിയെല്ലാം കോടതി നോക്കിക്കൊള്ളും. അല്ല സുജിത്തെ, ആരായി നീ ഈ കുട്ടിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാ? ആ നിൽക്കുന്ന നമ്പൂതിരിയാ? ഹൈ, നാം കർമ്മം ചെയ്യേ? ഇല്ല, നടക്കില്ല. അതും അന്യദേശത്ത് നിന്ന കുട്ടി. നാം കർമ്മങ്ങളൊന്നും ചെയ്യില്ല. എന്റെ മോള് നിർമ്മലേ, നമ്മുടെ പൊന്നുവിനെ കിട്ടിയോ? കിട്ടിയേട്ടാ, നമ്മുടെ പൊന്നുവിനെ കിട്ടിയേട്ടാ. അവള് സ്കൂളിൽ പോയതല്ലേ? യൂണിഫോം ഇട്ട് അവളുറങ്ങാ. തണക്കുണ്ടാവും എന്റെ കുട്ടിക്ക്. അവൾ ഉറങ്ങിക്കോട്ടെ. എന്തിനാ അവളെ വിളിക്കുന്നേ? ഞങ്ങളുടെ പൊന്നു മോളായിരുന്നില്ല അവള്. ഞങ്ങളുടെ മോള് കൊന്നു കളഞ്ഞില്ലേ? ചോദ്യം നിങ്ങളോടാണ്. അന്ധൻ കഥയിലെ പിതാവോ അതോ സമൂഹമോ? ബുദ്ധിമാന്ദ്യം സംഭവിച്ചത്
കഥയിലെ അനുജനോ അതോ നമ്മൾക്കോ? നീതിപീഠമേ, ഇനിയെങ്കിലും കണ്ണ് മൂടിക്കെട്ടിയ ആ കറുത്ത വസ്ത്രം എടുത്തു മാറ്റുക. ഈ നീചന്മാരുടെ കഴുത്ത് നോക്കി വീശുക. നന്ദി.